UDF ഇങ്ങനെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് LDFിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തെത്തിക്കണം. കുറെ നാളായി യജ്ഞം തുടങ്ങിയിട്ട്. ലീഗാണ് അതിൻ്റെ ഈ പിന്നാമ്പുറ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിയത്. കാരണം ലീഗിനായിരുന്നല്ലോ ഇതേറെ ആവശ്യം. അവർക്ക് ഇനിയും ഭരണമില്ലാതെ തുടരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ. കോൺഗ്രസ്സുകാർ തമ്മിലടിച്ച് ശിഷ്ടകാലം കഴിയുന്നവരാണ്. പക്ഷെ ലീഗിനത് പറ്റില്ല. അതുകൊണ്ട് അവരെല്ലാ വഴിക്കൂടെയും യജ്ഞം നടത്തി. തിരുവമ്പാടി മണ്ഡലം വരെ വിട്ടുകൊടുക്കാൻ ജോസ് കെ മാണിക്ക് തയ്യാറായിട്ട് നിൽക്കുന്നു. പക്ഷെ ചർച്ച എങ്ങും എത്താതെ നിൽക്കുകയുമാണ്. ഇതിനിടയ്ക്കാണ് UDFിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് MP ഇപ്പോൾ മുൻകൈയെടുത്ത് ജോസ് കെ മാണി വിഭാഗവുമായിട്ട് ചർച്ച നടത്തി. ചർച്ച പുരോഗമിക്കുന്നു. അതിൻ്റെ അന്തിമ തീരുമാനം എത്താറായിട്ടില്ല. ചർച്ച പുരോഗമിക്കുന്നു എന്ന് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ UDFിന് അനുകൂലമായി മാറി എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് വളരെ ഗോപ്യമായിട്ട് തന്നെയല്ലേ തുടരുകയുള്ളൂ. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അവർക്കും കുറച്ച് അഭിമാന പ്രശ്നമുണ്ട്. ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. അതല്ല ഇറക്കി വിട്ടതാണെന്ന് കുഞ്ഞുമാണിയും പറയുന്നുണ്ട്. എന്തായാലും LDFിലെത്തി. ഇനിയിപ്പോ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം അതിന് തനിയെ കയറി വരാനും പറ്റത്തില്ല. അപ്പൊ അതിനു മുമ്പായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പോലും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വാസ്തവമുണ്ട്. ഒന്ന്, അദ്ദേഹം UDF കൺവീനറാണ്. രണ്ട്, അദ്ദേഹം വെറും വിടുവായിത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളല്ല. വളരെ പക്വതയോടെ കാര്യങ്ങൾ സമീപിക്കുന്ന ആളാണ്. UDFിന്റെ കൺവീനർ സ്ഥാനത്തേക്ക് ഉചിതമായിട്ടുള്ള ആളാണ്. എന്തിന് KPCC പ്രസിഡന്റ് വരെ ആകാൻ യോഗ്യനല്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് റവന്യൂ മന്ത്രിയായിരുന്നു. കോന്നിയിലെ MLA എന്നുള്ള രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെയാണ് കൊണ്ടുപോയി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിർത്തി CPMനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് പോയത്. അങ്ങോട്ട് പോയിട്ട് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് തന്നെ നഷ്ടമുണ്ടായി. കോന്നി മണ്ഡലം അങ്ങ് കൈവിട്ടു പോവുകയും ചെയ്തു. തിരികെ ഇപ്പോൾ അടൂർ പ്രകാശ് മറ്റ് MPമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിലും അടൂർ പ്രകാശിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതൽ തെളിയുന്നുണ്ട്. അപ്പോൾ അടൂർ പ്രകാശ് കേരള കോൺഗ്രസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് 2 സീറ്റ് ജോസഫ് ഗ്രൂപ്പിനുള്ള 2 സീറ്റ് കോൺഗ്രസ് എടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റുമാനൂരും തൃക്കരിപ്പൂരും. ഈ 2ഇടത്തും കേരള കോൺഗ്രസ് ജോസഫ് തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കൊടുക്കണ്ട. അപ്പോൾ ജോസ് കെ മാണി ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കണം. ജോസ് കെ മാണി ഇത് കിട്ടിയ അവസരം മുതലാക്കുകയും ചെയ്യും, ബാർഗെയിൻ ചെയ്യും, കൂടുതൽ സീറ്റ് വേണമെന്ന് പറയും. പിന്നെ ജോസ് കെ മാണിക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം കൊടുക്കുകയും വേണം. കാരണം പാലയിൽ എന്തായാലും മാണി സി കാപ്പൻ മാറത്തില്ല. കാരണം UDF അധികാരത്തിൽ വരികയും മാണി സി കാപ്പൻ ജയിക്കുകയും ചെയ്താൽ മന്ത്രിയാണ്. പക്ഷെ ജോസ് കെ മാണിക്ക് പാലയോട് ആഭിമുഖ്യമുണ്ട്. കാരണം KM മാണി പറഞ്ഞിട്ടുള്ളത് തന്നെ പാല എന്ന് പറയുന്നത് തന്റെ 2ാമത്തെ ഭാര്യയാണെന്നാണ്. അപ്പൊ ജോസ് കെ മാണിക്കും അങ്ങനെയുള്ള ബന്ധം നിൽക്കുകയല്ലേ. ജോസ് കെ മാണിക്കും അത് അവിടെ തന്നെ നിൽക്കണമെന്നുള്ളതാണ്. പക്ഷെ മാണി സി കാപ്പൻ അങ്ങനെയുള്ള തീരുമാനത്തിന് വഴങ്ങത്തില്ല. അപ്പോൾ വേറൊരു സേഫ് ആയിട്ടുള്ള മണ്ഡലം കൊടുക്കണം. കടുത്തുരുത്തി നോട്ടമിട്ടതാണ് മോൻസ് ജോസഫ് മാറില്ല. അപ്പോൾ പിന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ, കാരണം തോറ്റു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാകും. LDFിൽ വന്നു കഴിഞ്ഞ് പാലയിൽ മത്സരിച്ചു, തോറ്റു തുന്നം പാടി. റോഷി അഗസ്റ്റിൻ മാത്രം മന്ത്രിയുമായി. അപ്പോൾ തീർച്ചയായിട്ടും ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നേട്ടമുണ്ടാകും എന്ന് കോൺഗ്രസ് കാണുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പൊ ഘടകകക്ഷികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നുണ്ട്. ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന സീറ്റുകളിൽ ആരെല്ലാമാണ് മത്സരിക്കുന്നത് എന്ന് കൃത്യമായി പറയണമെന്ന് ഇപ്പോൾ നേരത്തെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെറുതെ അങ്ങോട്ട് ഈ അണ്ടനും അടവോടനെ ഒന്നും നിർത്തിയാൽ പോരാ.
ജയിക്കും എന്നുറപ്പുള്ളവരെ തന്നെ നിർത്തണം. മണ്ഡലവുമായി നല്ല ബന്ധം, ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരം, പിന്നെ മറ്റ് ജാതി സമവാക്യങ്ങളും എല്ലാം ഒത്തുവന്നിരിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് സീറ്റ് വിഭജന ചർച്ചകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ മുൻകാലങ്ങളിൽ സീറ്റുകൾ നൽകിയിരുന്ന ഏതൊക്കെയാണെന്ന് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ പോലും ഘടകകക്ഷികൾക്ക് ഇപ്പോൾ തീർച്ചപ്പെടുത്താം. പക്ഷെ അത് കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്യണം പിന്നീട്. കാരണം കോൺഗ്രസിന് ഉറപ്പുവരുത്തണം, വിജയസാധ്യത ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള നീക്കമാണ് നേരത്തെ പി ഡി സതീശൻ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ 5000 വോട്ടുകൾക്കൊക്കെ വ്യത്യാസത്തിൽ നിന്ന ചില മണ്ഡലങ്ങളുണ്ട് CPM-ഉമായിട്ട്. അവിടങ്ങളിലൊക്കെ തന്നെ നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് നിഷ്പ്രയാസം ജയിച്ചു വരാൻ കഴിയും. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. പിന്നെ സർക്കാരിനെതിരെ ഇപ്പോൾ അതിശക്തമായിട്ട് ശബരിമല വിഷയത്തിൽ തിരിച്ചടി നേരിട്ട് സർക്കാർ പ്രതിരോധത്തിൽപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് UDF മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഘടകകക്ഷികളുടെ സീറ്റുകൾ അവരുടെ സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തുമ്പോൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ, വളരെ കൃത്യമായ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിൽ ലീഗുമായിട്ട് സീറ്റ് വെച്ചു മാറൽ പോലും ഉണ്ട്, കളമശ്ശേരിയും കൊച്ചിയും തമ്മിലുമൊക്കെ. കാരണം ഇതൊക്കെ വിജയത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് തരത്തിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ളത് കോൺഗ്രസ് ഒരു വലിയ പ്രയത്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ പ്രയത്നം വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കുറെ നാളുകളായിട്ട് ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരുന്നു. അതിനു മുമ്പ് നമ്മൾ കേട്ടതാണ് ലീഗ് LDF-ലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാരണം രണ്ട് പ്രബലമായിട്ടുള്ള ഘടകകക്ഷികളാണ്. ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ ഒരു സ്വാധീനം അല്പം കുറയും. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് ജോസഫ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞത് കേരള കോൺഗ്രസുകൾ ഒന്നിക്കാമെന്ന്. ഒന്നിക്കുമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണിയും ജോസഫുമായിട്ടായിരിക്കും ഒന്നിക്കുന്നത്. ഒന്നിക്കാൻ പോകുമ്പോൾ വീണ്ടും ഒരു പിളർപ്പൂടുണ്ടാകും. അതാണല്ലോ കേരള കോൺഗ്രസ്. അങ്ങനെ ആകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നു കഴിഞ്ഞാൽ അവരുടെ സീറ്റ് വിഭജനം, അവർക്ക് അധികാരം വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം, ഈ വക കാര്യങ്ങളിലെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ അണിയറയിൽ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായിരിക്കും കാര്യങ്ങൾ തീർച്ചപ്പെടുത്താൻ പോകുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെയും ഫലങ്ങൾ വിവിധ രീതിയിലാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഒരു കാറ്റ് എങ്ങോട്ടേക്ക് വീശുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിൽ വരും എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരും. കാരണം ജോസ് കെ മാണിക്കും അധികാരത്തിൽ വരണം താല്പര്യമാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. കത്തോലിക്ക ബിഷപ്പുമാർ പലരും പറയുന്നുണ്ട് ജോസ് കെ മാണിയോട് LDF വിടണം എന്ന്. ഈ പള്ളിക്കാരും പട്ടക്കാരും പറയുന്ന അനുസരിച്ച് കൂടിയാണ് കേരള കോൺഗ്രസ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. കേരള കോൺഗ്രസിലെ ഒരു നല്ല പങ്കും ക്രൈസ്തവരാണ്. അപ്പൊ ഈ ക്രൈസ്തവരുടെ പിന്തുണ, ആ സഭയുടെ ഒക്കെ തന്നെ വലിയൊരു പിന്തുണ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതും മുന്നണികളെ. ഇതാണ് പിണറായി വിജയൻ 2021 ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജോസ് കെ മാണി വരുന്നത് എന്തുകൊണ്ടും ഏത് മുന്നണിക്കും നല്ലതായിരിക്കും. LDF-ൽ തുടർന്നാൽ അവർക്കും ഏറ്റവും നല്ലത്. പിണറായി വിജയൻ ഇടയ്ക്ക് പറയുന്നുണ്ട് മൂന്നാം വട്ടവും നമ്മൾ തന്നെ വരും എന്ന്. അത് പറയുന്നതിന്റെ കാരണം ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അടൂർ പ്രകാശിന്റെ ചർച്ച വരും നാളുകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും.